ഇന്ത്യയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇതുവരെ നിങ്ങൾ കേട്ട ഒരു വിഷയമല്ല. കേരളം എങ്ങനെയാണ് കോക്രോച്ച് പാർട്ടി ഭരിക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഒരുപക്ഷെ അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യമായിരിക്കും. അതായത് കേരളം പോലെ ഒരിക്കലും ജനതാ പാർട്ടിക്ക്, അതായത് BJPക്ക് ഒരു ഇടം കിട്ടാത്ത അല്ലെങ്കിൽ ഇടം കിട്ടുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്ത സ്റ്റേറ്റുകളെ എങ്ങനെ പിടിച്ചടക്കാം, അതായത് അവിടെയുള്ള സ്ഥിരം ഭരിക്കുന്ന LDF UDF സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങളെ തൂത്തെറിഞ്ഞ് മറ്റൊരു സംവിധാനം അവിടെ കൊണ്ടെത്തിക്കാൻ എന്താണ് വഴി എന്നതാണ് ഇവിടെ പ്രധാനമായി ചിന്തിക്കുന്നത്. ഇപ്പൊ വലിയ തരംഗമായി കോക്രോച്ച് പാർട്ടി, മില്യൺ കണക്കിന് ആളുകൾ അതിന്റെ ഫോളോവേഴ്സ് ആയിട്ട് വരുന്നു, പെട്ടെന്നൊരു തരംഗം സൃഷ്ടിക്കുന്നു. ഇവിടെ ആളുകളെല്ലാം ഇതിന്റെ അനുയായികളായി മാറിയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ആളുകൾ വരാൻ അത് പ്രൊമോട്ട് ചെയ്താൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ പല കാര്യങ്ങളും അങ്ങനെ സമൂഹത്തിനിടയിൽ ഒരു വീഡിയോ എത്താൻ പല വഴികളുമുണ്ട്. അതും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നതെങ്കിൽ അതിന് മില്യൺ കണക്കിന് ആളുകളൊക്കെ ഉണ്ടാകുമെന്ന് സംശയമില്ല. അപ്പൊ ഈ രൂപത്തിൽ ഒരു ഉപരി വിപ്ലവം സൃഷ്ടിച്ച് ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ടുണ്ട്. ഇപ്പം വിളനിലം ക്ലിയർ ആയി. ഇനി ഈ UDF LDF തുടങ്ങിയ സംവിധാനങ്ങളെയൊക്കെ ഇവിടുന്ന് തൂത്തെറിയാൻ വളരെ എളുപ്പമാണ്. ഇപ്പോ നല്ലൊരു വിളനിലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലൊക്കെ ഈ പാർട്ടി ഇവിടെ എന്തോ ആയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ കേരളം അട്ടിമറിക്കാൻ പോവാൻ, അല്ലെങ്കിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം അട്ടിമറിക്കാൻ പോവുകയാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിലുള്ള പ്രചാരണം സൃഷ്ടിച്ച് ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ച് ഇനി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതിന്റെ പാർട്ടിയുടെ ആളുകളായി വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ടിയുടെ ആളുകളായി വരുന്നവരൊന്നും നിലവിലെ LDF UDF പാർട്ടികൾ സജീവമായി പ്രവർത്തിക്കുന്നവരാവുകയില്ല. നിലവിലെ ഏതെങ്കിലും ആക്ടിവിസ്റ്റുകൾ, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊക്കെ വല്ലാതെ ശബ്ദിക്കുന്ന ചില പൊതുരംഗത്തുള്ള ആളുകൾ, അവര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതിന്റെ നേതാക്കളായി വരിക. ചിലരെയൊക്കെ കാലങ്ങളായി അത്തരത്തിലുള്ള പോസ്റ്റിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരുന്നു. അപ്പൊ ആളുകൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷ ഉണ്ടാകും. ഇത് നമ്മളൊക്കെ ഉദ്ദേശിച്ച ജനാധിപത്യം നിലനിർത്താൻ പറ്റിയൊരു സംവിധാനമാണ് എന്ന് നമ്മൾ ഒന്നുകൂടെ അത് സത്യസന്ധമായി വിശ്വസിക്കും. ഇനിയായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഇനി ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷന്റെ വോട്ടിംഗ് മെഷീനിലുള്ള തട്ടിപ്പുകളെ കുറിച്ചോ അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയം അത് ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, എന്റെ മനസ്സിൽ ഞാൻ അത് ഉണ്ട് എന്ന് വിചാരിച്ചാലും ഇല്ല എന്ന് വിചാരിച്ചാലും എനിക്ക് തെളിവില്ലാത്ത കാര്യം പുറത്തു പറയാൻ പാടില്ലല്ലോ. അങ്ങനെ സാധ്യമാണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിച്ചെടുക്കുക എന്നത് എളുപ്പമാണ്. ഇനി അവിടെ വലിയ ഓഫറുകൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി വരുന്നവർ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക. നോക്കൂ നിങ്ങൾ, കേജ്രിവാൾ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് വോട്ടിംഗ് മെഷീന്റെ തട്ടിപ്പുകളെ കുറിച്ചായിരുന്നു. അതാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഇപ്പോൾ ഈ പാർട്ടിയും അത് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ പാർട്ടി ആവട്ടെ BJPക്കെതിരായിരിക്കും പ്രത്യക്ഷത്തിൽ ശക്തമായി ആഞ്ഞടിക്കുക. എന്നാൽ ഈ പാർട്ടിക്കെതിരെ BJPയും ശക്തമായി ആഞ്ഞടിക്കും. ഇങ്ങനെ രണ്ട് ഭാഗത്തും ശക്തമായ കൂട്ടിയിടി ഉണ്ടാവും. പക്ഷേ കേജ്രിവാളിനെ കുറിച്ച് നിങ്ങൾക്കറിയോ, കോൺഗ്രസ് പ്രതിപക്ഷത്ത് പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഈ കേജ്രിവാളിന്റെ MLA-മാർ ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന് പരിഹാരം കാണാൻ താൽക്കാലികമായി 5 വർഷമെങ്കിലും MLA-മാർക്ക് ഈ കോൺഗ്രസിന്റെ സഖ്യത്തിലേക്ക് ചേരാമല്ലോ. പക്ഷേ കോൺഗ്രസുമായി, അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടിയുമായി ഒരു നിലയിലും സഖ്യമാകാൻ ആം ആദ്മി പാർട്ടി തയ്യാറായില്ലല്ലോ. ഇപ്പോൾ ഇത് അവസാനം വരുന്നു. ഇന്ന് വരുന്ന വാർത്ത ആം ആദ്മിയുമായി, അവരുമായി വലിയ ബന്ധമുള്ള ടീം തന്നെയാണ് ഈ പറയപ്പെടുന്ന ഈ കോക്രോച്ച് പാർട്ടി എന്ന് അറിയപ്പെടുന്ന ഈ പാർട്ടിയുടെ നേതൃത്വം എന്നാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇതുപോലുള്ള ക്ലച്ചില്ലാത്ത സ്ഥലങ്ങളിൽ ക്ലച്ച് ഉണ്ടാക്കാനുള്ള ഒരു പുതിയ വിദ്യ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, നമ്മുടെ ജനാധിപത്യം വളരെ കൃത്യമായ രീതിയിൽ വരാൻ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ VVPAT-എങ്കിലും എണ്ണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായി നമുക്ക് ജനാധിപത്യത്തിൽ, കൃത്യമായി ആർക്കെങ്കിലും ജനാധിപത്യത്തിൽ സംശയം വന്നിട്ടുണ്ട് എങ്കിൽ അതുപോലും നീക്കം ചെയ്യാൻ കഴിയും. സത്യസന്ധമായാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ആളുകൾക്കൊക്കെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. ചിലർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ വോട്ട് ചോരി പറഞ്ഞപ്പോൾ പലർക്കും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംശയങ്ങളെല്ലാം തീരാൻ അത് കാരണമാകും. പക്ഷെ അങ്ങനെയുള്ള ഒരു തലങ്ങളിലേക്കാണ് കടന്നു വരേണ്ടത്. ഒരുപക്ഷെ ഈ പാർട്ടി അതിനുവേണ്ടി ശബ്ദിക്കും, ഇങ്ങോട്ട് തിരിച്ചും ശബ്ദിക്കും. ഈ ഒരു ശബ്ദം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ആ പാർട്ടിയുടെ പിന്നാലെ പോകുന്നു. ഇതാണ് ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു,
നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ തോന്നും. ആ തോന്നലിലൂടെ ആ പാർട്ടിക്ക് പിന്നിലേക്ക് വലിയൊരു സമൂഹം കടന്നു വരും. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ അതിന് വിജയിപ്പിച്ചെടുത്താൽ ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ട സഹായങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾ അവർക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ പിന്നീട് അതിങ്ങനെ ലോപിച്ച് ഒരു BJP ഗവൺമെന്റായി ആ സ്റ്റേറ്റും കൂടെ പരിണമിച്ചു വരുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന് സമാനമായ രീതിയിൽ BJPക്ക് ഒരു ക്ലച്ചുമില്ലാത്ത സ്ഥലങ്ങളിൽ ക്ലച്ചുണ്ടാക്കാനുള്ള ഒരു പാർട്ടി ആയിരിക്കുമോ ഇത് വരിക എന്നത് ഒരു കേവലം സംശയം മാത്രമല്ല, ഒരു വല്ലാത്ത സംശയം തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.